ഈ ഗ്രാമത്തിൽ ഒരു പഴയ കൊട്ടാരത്തിൽ രാക്കാസ എന്നു പേരുള്ള ഒരു ഭീകരൻ താമസിക്കുന്നുണ്ടെന്നും അവിടെ 500 വർഷം കൂടുന്തോറും ഒരു മനുഷ്യനെ ബലിയായി നൽകണമെന്നുമാണ് ഈ നാട്ടുകാരുടെ എല്ലാം വിശ്വാസം. ലാസ്റ്റായിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെയാണ് ബലി കൊടുത്തത്. അങ്ങനെയെല്ലാം ഇരിക്കുമ്പോഴാണ് അമേരിക്കയിൽ നിന്നും വീരു സ്വന്തം ഗ്രാമത്തിലേക്ക് വരുന്നത്. വർഷങ്ങളായി സ്നേഹിച്ചിരുന്ന സുകന്യയെ വിവാഹം കഴിക്കാനായാണ് അവൻ വന്നത്. പക്ഷെ അവൾ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് കണ്ട് അവൻ തകർന്നു പോകുന്നു. കൂട്ടുകാരനായ ബാലുവിന്റെ നിർദ്ദേശപ്രകാരം സുബലക്ഷ്മിയുടെ അടുത്ത് ബ്ലാക്ക് മാജിക് വരെ പരീക്ഷിച്ചെങ്കിലും എല്ലാം ഫ്ലോപ്പായി പോയി. സങ്കടത്തിൽ മദ്യപിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വഴിതെറ്റി കൊട്ടാരത്തിന് മുന്നിൽ കിടന്നുറങ്ങിപ്പോകുന്നു അവൻ. പിറ്റേ ദിവസം രാവിലെ കാണാതായ സോമുവിന്റെ ഷർട്ടിന്റെ ഒരു പീസ് വീരുവിന്റെ അടുത്തുനിന്ന് ലഭിക്കുകയും ഇത് കണ്ട നാട്ടുകാർ സോമുവിനെ കൊന്നത് വീരുവാണെന്ന് കരുതി അവനെയും അവന്റെ കുടുംബത്തെയും ഗ്രാമത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ തുടങ്ങി. എല്ലാവരും അവരെ കൈവിട്ടപ്പോൾ സുബലക്ഷ്മി മാത്രം അവരെ വിശ്വസിച്ചു കൂടെ നിന്നു. അതിനിടയിൽ രാക്കാസയുടെ അടുത്ത ബലി കൊടുക്കാനുള്ള സമയമായിരുന്നു. ഗ്രാമക്കാർ മനുഷ്യബലി നൽകാൻ തീരുമാനിക്കുകയും ആദ്യം ഗംഗയ്യ താത്തയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. പക്ഷേ കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പേ അദ്ദേഹം മരിച്ചു പോകുന്നു. തുടർന്ന് ബാലുവിനെ ബലിയായി തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. കൂട്ടുകാരനെ രക്ഷിക്കാൻ വീരു എല്ലാവരോടും തർക്കിക്കുന്നു. ഒടുവിൽ ദേഷ്യം വന്ന ഗ്രാമക്കാർ ഇവനാണ് ഇത്രയും പ്രശ്നമുണ്ടാക്കിയത്, ഇവനെ തന്നെ അകത്തേക്ക് പറഞ്ഞുവിടാമെന്ന് തീരുമാനിച്ച് വീരുവിനെ ബലമായി കൊട്ടാരത്തിനുള്ളിലേക്ക് തള്ളിവിട്ടു. അകത്തു കയറിയ വീരു എല്ലാവരും മരിച്ചെന്ന് കരുതിയ സോമുവിനെ ജീവനോടെ കണ്ടു. ഭാര്യ പറഞ്ഞത് പ്രകാരം നിധി മോഷ്ടിക്കാൻ രഹസ്യ വഴിയിലൂടെ വന്നതാണെന്ന് സോമു പറഞ്ഞു. അതിനിടെ രാക്കാസ് ഇരുവരെയും ആക്രമിക്കാൻ തുടങ്ങി. പുറത്തായിരുന്ന സുബലക്ഷ്മി പഴയ ഗ്രന്ഥങ്ങളിൽ നിന്ന് രഹസ്യം കണ്ടെത്തി. 2 പ്രത്യേക കത്തികൾ ഒരേ സമയം രാക്കാസയുടെ പുറത്ത് കുത്തിയാലേ അവനെ കൊല്ലാൻ കഴിയൂ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജാവ് ഒരു കത്തി അവന്റെ പുറത്ത് കുത്തിയിരുന്നെങ്കിലും രണ്ടാമത്തെ കത്തി നഷ്ടമായിരുന്നു. സുബലക്ഷ്മിയും ബാലുവും കൊട്ടാരത്തിലെത്തി രണ്ടാമത്തെ കത്തിയും കണ്ടെത്തുന്നു. രണ്ടാമത്തെ കത്തി കുത്തുന്നതിന് പകരം വീരു രാക്കാസയുടെ പുറത്ത് വർഷങ്ങളായി കിടന്നിരുന്ന ആദ്യത്തെ കത്തി ഊരിയെടുത്തു. അപ്പോഴാണ് എല്ലാവർക്കും സത്യം മനസ്സിലായത്. രാക്കാസ് ഒരു ക്രൂര രാക്ഷസനല്ലായിരുന്നു. 500 വർഷം മുമ്പ് ബലിയായി കിട്ടിയ കൊച്ചു കുഞ്ഞിനെ സ്വന്തം മകളെ പോലെ വളർത്തി. രാജാവിന്റെ ആക്രമണത്തിനിടെയാണ് ആ കുഞ്ഞ് അബദ്ധത്തിൽ മരിച്ചത്. അന്നു മുതൽ ആ വേദനയും കുറ്റബോധവും സഹിച്ചാണ് രാക്കാസ ജീവിച്ചിരുന്നത്. കത്തി ഊരിയതോടെ നൂറ്റാണ്ടുകളായുള്ള അയാളുടെ വേദന അവസാനിച്ചു. രാക്കാസ സമാധാനത്തോടെ മരിക്കുകയും വീരു, സുബലക്ഷ്മി, ബാലു, സോമു എന്നിവർ സുരക്ഷിതരായി പുറത്തു വരികയും ചെയ്തു. അതോടെ ആ ഗ്രാമക്കാരുടെ അന്ധവിശ്വാസവും മനുഷ്യബലി എന്ന ക്രൂര ആചാരവും അവിടെ അവസാനിച്ചു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ആശയങ്ങളെല്ലാം കമന്റുകളായി രേഖപ്പെടുത്താനും മറക്കല്ലേ.